Oh, sweetie. Hi. How are you? I missed you. എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റി എല്ലാം ക്യാൻസൽ ചെയ്തിങ്ങ് പോന്നു. അതെ, നമ്മുടെ അമ്മാവന്റെ വീട്ടിലും പോയില്ലേ? ഓ, ഐ വാസ് ടു ബിസി. പറ്റിയില്ലടി. അമ്മായി വിളിച്ചിരുന്നു. ഹായ്. വിശ്വാസമല്ല ഏട്ടാ എല്ലാം. അയ്യോ തോക്കെടുക്കല്ലേ. അയ്യോ അയ്യോ ഇവിടെ നിൽക്കാൻ. പൊട്ടുന്നിട്ട് അമ്മാവൻ ഇത്ര സ്പീഡേ ഉള്ളൂ. രാവിലെ വെടിവഴിപാടിന് ഇറങ്ങുമ്പോ ഓർക്കണം. പോകുവാടാ. നമസ്തേ സാബ്. എന്തോടു ഛേ അയ്യോ ബട്ടൺസ്. ഇവനും ഇങ്ങനെ തന്നെയാ. ഇവിടെ നോക്ക്. എന്താ സർട്ടിഫിക്കറ്റ് ആരുടെ? സ്പോർട്സിന്റെ എൻ്റെ സുശീലിന്റെ കാണാറേട്ടൻ്റെ മോൻ ഗോപാലൻ. ദിക്കാവോ സർട്ടിഫിക്കറ്റ്സിനെ തുടരുത്. ഞാനും പോയിക്കോട്ടെ. പോയി നോക്ക്. ഉണ്ടോ? കളർച്ചെരുപ്പ് മാറ്റി. ആരാത്? അമ്മാവ നമ്മുടെ കണാരേട്ടന്റെ മകൻ ഗോപാലൻ. എപ്പോഴും വരാറുണ്ട് ഇവിടെ. മീരൻ ദിവ്യായിരിക്കും. കൊട புஷ்பவல்லியோட முந்தாணி வந்த அந்த புலி வாயில நான் என்ன பண்ண தெரியுமா? அந்த புலி ஒரு கிக்கு അത് കണ്ട തമിഴ്ശല്യം തെണ്ടി അവന്റെ തമിഴ്നാട്ടിൽ മരിച്ചത് നമ്മുടെ ലങ്കയിലെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. അന്തനും മന്ദനും മറിക്കും. ഇപ്പൊ നോക്കണ്ട, പുറത്തു വെച്ചിരിക്കാം. വീണ്ടും പുച്ഛിച്ച് തള്ളി. Excuse me, what's the time? 3:30. 3:30. Okay, thanks. നീ എങ്ങനെ വാച്ച് നോക്കേണ്ട സമയം പറഞ്ഞ? മല്ലു ഗേൾസിന് നമ്മളെ മനസ്സിലാവില്ല. മദാമ്മമാർക്കേ നമ്മളെ മനസ്സിലാകൂ. അവന്റെ ഒരു ഇംഗ്ലീഷും ഒടുക്കത്തെ ആക്സെന്റും കഴുത്തിറക്കി വെട്ടിയ ടീഷർട്ടും മറ്റേ ബാംഗ്ലൂർ പഠിക്കാൻ പോയ മല്ലു ഗേൾസിലെ അതുപോലെ ഉണ്ട്. This is the new fashion, yeah. അതെ, ഇതായിരുന്നു നീ ഇടണ വരെ.
താങ്ക് യു. ഹേ വൺ മോർ സെയിം. നീ അവിടെ ഇരിക്കുന്ന ചുവപ്പ് ഡ്രസ് ഇട്ട പെൺകൊച്ചിനെ കണ്ടോ? അത് മഞ്ഞല്ലേ? അത് വെയിറ്ററാടാ പൊട്ട. ഓഹോ, അവക്കെന്ത് പറ്റി? അവളെ കണ്ടാലേ അറിയാം തരികിടാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? അവനുണ്ട്, പക്ഷെ അവക്ക് അവനോടൊന്നുമില്ല. ഇങ്ങനെ അതെനിക്കും തോന്നി. അവൾ ആ ടേബിളിൻ്റെ അടിയിൽ മൊബൈലും വെച്ച് SMS ചെയ്യുന്ന കണ്ട 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 കണ്ട. എക്സ്ക്യൂസ് മീ ഗൈസ്, എനിക്ക് ടോയ്ലറ്റ് പോടാം, പെട്ടെന്ന് വരാം. യു ഗൈസ് ചിൽ, ബൈ ബൈ. ഏയ് ഒരു തിരക്കൂല, പെട്ടെന്ന് വരണ്ട, പതുക്കെ വന്നാൽ മതി. ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഹൈ ബേബി, ബേബി ഗോപ്സ്. എന്താടാ ഇത്? ഇതാരാ? വാ, നിന്റെ സകല പ്രശ്നങ്ങളും ഇവർ സോൾവ് ചെയ്യും. അല്പം എക്സ്പെൻസീവ് ആണ്, പക്ഷെ കുഴപ്പമില്ല. അതൊക്കെ തെറ്റല്ലേടാ. Don't worry, man. അച്ഛനെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്തായാലും ഒരു കോൾ ഗേളല്ലേ. നിനക്ക് ഇവളൊരു ഡോക്ടറാണ്, ഡോക്ടർ സ്മിത. നീ ഡോക്ടർ സ്മിത പോയി കാണ്, സംസാരിക്ക്. നീ ഡോക്ടറെ പോയി കാണ്. നീ എന്തിനാടാ വീണ്ടും അവളോട് പോയി സംസാരിക്കാൻ പോയത്? ബൈ ദ വേ, നീ എന്താ ഇവിടെ നിൽക്കണ? ഇറ്റ്സ് എ പാർട്ടി മാൻ. ഗേൾസ് ഗോ സോഷ്യലൈസ്. ഒലക്ക, നീ ആ ഗോപ്സിനെ കണ്ടുപോയി? കണ്ണുപോലും കണ്ടൂടാ പാവത്തിന്. പക്ഷെ എന്ത് ശ്രമം. എനിക്ക് എന്നെ ബഹുമാനം തോന്നും. പോ. കഠിനാധ്വാനിയാണ്. എടാ സുഷി, ഇവിടെ എത്ര ഗേൾസ് ഉണ്ട്. ഇതില് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിനു വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടേക്കണത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. യു നീഡ് ടു ട്രൈ മാൻ. ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. റസ്പുട്ടിൻ സാറിന് മനസ്സിൽ ധ്യാനിക്കുക, മുന്നോട്ട് പോവുക. പോ. എനിക്ക് സംസാരിക്കണം. Excuse me. Oro penselondo? Oro penselondo? No thanks. എന്റെ പെൻസിൽ കൺപൊട്ടൻ ബ്രഷ് ഇതാ. Okay, Nani. ആരോടാ അവൻ മിണ്ടുന്നേ? പട്ടി തെണ്ടി. ആദ്യം വെച്ചിട്ടാണ് ഇവിടെ അല്ല, അവിടെ പോവുക. ഇതെടുത്തോട്ടെ, നട്ടോ അതും എടുത്തോട്ടെ. തിന്നോ. നല്ല രസമുണ്ടല്ലേ? പിടിച്ചിരുന്നോട്ടാ. എന്തായിട്ടത്? ബോസിനൊരു കാര്യം പിന്നെ ഓഫീസിലുണ്ടല്ലോ. കുടിച്ചോ. ആരെ ചിക്സാ? സുശീല, സുശീല, എന്താടാ?
നിന്റെ അച്ഛൻ. ഓ സ്മിത, ഞാൻ വിളിക്കാട്ടോ. ആരാ? അവന്റെ അച്ഛനാണ്. ഹലോ അച്ഛാ. നല്ലതാ. അടുത്തേക്ക്. അല്ല അച്ഛാ, എനിക്കൊരു ഓഫ് ഷോർ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോൾ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലാണല്ലോ അച്ഛാ. ഏത് രാജ്യക്കാരാ? അമേരിക്ക. ഓ, മൂന്നാം ലോക രാജ്യക്കാരുടെ ചോര കൂട്ടിയിട്ട് ഇവർക്ക് മതിയായിട്ടില്ലല്ലേ? എടാ, നിനക്ക് നിക്കുറാക്കിയ ഗോട്ടിമാലിയോ ചിലിയൊന്നും കിട്ടിയില്ലേ? അച്ഛൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് അച്ഛാ, ബട്ട് എനിക്ക് പ്രൊജക്റ്റ് ഒന്നും കിട്ടുന്നില്ല. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമേരിക്കയോടോ അമേരിക്കക്കാരോടോ അതിര് കവിഞ്ഞ് ഒരു ബന്ധം വെക്കരുത്, പ്രത്യേകിച്ച് അമേരിക്കൻ സ്ത്രീകളോട്. ഒരിക്കലുമില്ല അച്ഛാ, ഒരിക്കലുമില്ല. എനിക്ക് ഫോൺ വഴിയുള്ള ചെറിയ ബന്ധങ്ങളേ ഉള്ളൂ അച്ഛാ. അതെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാധയോട് ചോദിക്ക്. അവനെ കുറച്ച് ബോധമുള്ളൂ. മനസ്സിലായോ? ആ, രാധ ശരിക്കും സഹായിക്കുന്നുണ്ട്. പെട്ടെന്ന് തീർത്ത് കിടക്കാൻ നോക്ക്. ആ ആ, ശരി അച്ഛാ. അപ്പൊ ഞാനും സാമ്രാജ്യത്വ ശക്തികൾ മൂന്നാം ലോക രാജ്യക്കാരുടെ ഉറക്കം വരെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. അതിഭീകരം തന്നെ. ഇങ്ങനെയാണെങ്കിൽ വിപ്ലവം അനിവാര്യമാണ്. അല്ല, നാളെ തന്നെ ഉണ്ടാവോ? ഉം? ഉണ്ടെങ്കിൽ രാവിലത്തേക്കുള്ള അരിയാട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഈ ഫോണിൽ കൂടെ ഉള്ള പരിപാടി മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള പരിപാടിയൊന്നുമില്ല. എക്സ്ക്യൂസ് മീ. പോണുണ്ട്. എപ്പോഴാ? അടുത്ത ആഴ്ച. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എന്തിനാടാ? ഞാനവിടെ പോയി ആരെങ്കിലും കണ്ടാലും തീയും. എടാ സുഷി, അർദ്ധരാത്രിക്ക് കേരളത്തിലെങ്ങനെ സൂര്യൻ ഉദിച്ചെങ്കിലേ അമേരിക്ക വരെ നാണം കിട്ടും. കപട സദാചാരത്തിന്റെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലടാ നമ്മുടെ നാട്. അതുകൊണ്ട് നീ പോയി പൊട്ടിക്കടാ. എന്തായാലും നീ ഇത് വെച്ചോ, എൻ്റെ ലക്കി ചാമാണ്. റാസ്പുട്ടിൻ സാറിൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ട്. പടച്ചട്ടേക്കില്ലേ? പടച്ചട്ടെ? ആ, പല ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ്, സ്ട്രോബെറി, കോഫി, ബനാന വരെ ഉണ്ട്. താങ്ക്സ് ഫോർ ദിസ്. നീ വെച്ചോ. എന്താ വേണ്ടത്? ഹെൽപ്പ് യു? ഇത് 2 കിലോ. സാർ, എനിക്കല്ല, എൻ്റെ അച്ഛനാ. എന്താ? ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? യു നോ അംബ്ലി, ഞാനും കൂടെ വന്നോട്ടെ പ്ലീസ്. എന്നിട്ട് യു വിൽ ബി റിയലി ബോർഡ് ദേർ. I'll be bored here too. Go out with your friends. ആരുടെ കൂടെ? നിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് പോയിക്കൂടെ? ഇവിടെ എനിക്കാരും ഫ്രണ്ട്സ് ആയിട്ടില്ല. One second.
ഒരു ആപ്പിൾ പൈ, ഒരു ചോക്ലേറ്റ് മോസ്, ദെൻ ഒരു വെജ് സാലഡ്. Is that also? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Okay, thank you. താങ്ക്സ്. I don't have friends over here. Why don't you make some then? Please, can I come with you? നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നോടെ കുറച്ച് ദിവസം? എൻ്റെ വീട്ടിൽ പോയി നിൽക്കാനാണോ സുജിത്ത് എന്നെ കല്യാണം കഴിച്ചത്? Hey Smita. ഓ ഹായ്. Hi. പോകാം, എന്താ? പോവാം. ഇങ്ങ് വന്നേ. Come. Hi Smita. Hi Sujit. Okay, this is Tom. Hi. And he's my friend Sujit. Hi Tom. This is Ambli, my wife. Ambli, Smita. ഞാൻ പറഞ്ഞിട്ടില്ലേ? Hi. ഹായ് ടോം. ഹായ്. എന്താ വിശേഷം? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹോട്ടൽ ലഞ്ച്? ഏയ് അങ്ങനെയൊന്നുമില്ല. Smita, I'll be back in a minute. Excuse me. 1 minute. Tom? Hello? അമ്മ? സുശീല, എന്തൊക്കെയുണ്ട് വിശേഷം? സുഷി, ഐ മീൻ ടോം. പ്ലീസ് സിറ്റ്. അമ്മേ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരെയും കാണണ്ടെന്ന്. അമ്മേ പ്ലീസ്. സ്മിത, ഫ്രണ്ട്. ഫ്രണ്ടോ? ആക്ച്വലി ഡോക്ടറാണ്. സുശീല, സുഖമില്ലേ? അങ്ങനെയൊന്നുമില്ല. എനി നെക്ക് പ്രോബ്ലം? ഡോക്ടർമാർ എന്ന് മുതലാ രോഗികളെ ലഞ്ചിന് കൊണ്ടുപോകാൻ തുടങ്ങിയത്? എന്തായാലും നിന്റെ ഡോക്ടർ നിന്നെ വിളിക്കുന്ന പേര് എനിക്കിഷ്ടപ്പെട്ടു, ടോം. എനിക്ക് ആരെയും കാണണ്ട. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ? Dude. അവളെന്നെ എല്ലാമെല്ലാമായിരുന്നടാ. അവൾക്ക് എങ്ങനെ പറ്റിയടാ എന്നെ വിട്ടു പോവാൻ? അതിപ്പോ അവള് കാട്ടി തന്നില്ലേ? I loved her so much, man. I cared for her so much. നിനക്കറിയോ ഞാൻ എത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവളെ? നിന്നോട് ആരാ പറഞ്ഞ സ്നേഹവും കേറും കൊടുത്ത പെണ്ണുങ്ങൾ ഇട്ടിട്ട് പോകില്ല? ഞാൻ വേറൊരു പെണ്ണിനെ നോക്കിയിട്ട് കൂടിയില്ല. അതാണ് നിന്റെ പ്രശ്നം. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. കഴിഞ്ഞ ആഴ്ച അവളുടെ കൂടെ ബിരിയാണി കഴിച്ചത്. ബില്ല 1400 രൂപ. എന്താണത്? എനിക്കിനി ജീവിക്കണ്ട. നിനക്ക് ജീവിക്കണ്ടല്ലോ, നീ ജീവിക്കണ്ട. നീ നിന്നോട് ആരാണ് പ്രേമിക്കാൻ പറഞ്ഞു? Dude, there is only one approach to a girl. ഉപയോഗിക്കുക, ഉപേക്ഷിക്കുക. പിന്നെ നിനക്ക് ഇങ്ങനത്തെ കുരിക്കിന്റെ ആവശ്യമൊന്നും വരില്ല. ഇവിടെ കുടിക്കാൻ വല്ലതും ഉണ്ടോ? വിഷമല്ലാണ്ട്. ഫ്രിഡ്ജിൽ ബിയറുണ്ട്. ഹലോ റച്ച്, ഐ ആം പ്രഗ്നന്റ്. കൺഗ്രാറ്റ്സ്. ആരാ? വാട്ട്? എന്നെ മനസ്സിലായില്ലേ?
എന്റെ ശബ്ദം പോലും ഓർമ്മയില്ലേ? ഞാൻ ഒരാളെ ശബ്ദം കേട്ടിട്ടല്ല തിരിച്ചറിയാൻ, നമ്പർ നോക്കിയിട്ടാ. ഐ എം പ്രഗ്നന്റ്. കൺഗ്രാറ്റ്സ് അഗൈൻ. ആരാണ് ആ ഭാഗ്യവാൻ? നീ. അതൊക്കെ മാസങ്ങൾക്ക് മുമ്പല്ലേ. അതിനുശേഷം പലതും സംഭവിക്കാമല്ലോ. പ്ലീസ് ടേക്ക് ദിസ് സീരിയസ്ലി. 1 മാസമായി ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞാൻ കാരണം ഒരിക്കലും നീ പ്രഗ്നന്റ് ആവില്ല. വൈ? കാരണം എനിക്ക് സ്പേം കൗണ്ട് കുറവാണ്. നീ അവളെ ചതിക്കില്ലടാ. ഇതിന്റെ അവസ്ഥ ആഫ്റ്റർ ഗിവിംഗ് സോ മച്ച് ഓഫ് ലവ്, കെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, എന്നിട്ട് വേറൊരു തന്റെ കൂടെ ഇപ്പൊ പോയില്ലേ? എങ്ങനെയാ? ഹായ് ബേബ്. ഞാനെത്തി. ഇന്നെന്തായാലും ഞാൻ പറഞ്ഞ കളർ തന്നെ. ഏത് കളറാ? ഇത്ര പെട്ടെന്ന് മറന്നോ? റാറ്റ്സ്, what do I wear, man? എന്തിന്? പാർട്ടിക്ക്. ഏത് പാർട്ടി? ഡാ, നീ പറഞ്ഞ പാർട്ടി. നീയും ഞാനും പിന്നെ കുറെ ഗേൾസും ഉള്ള പാർട്ടി. ഓക്കെ, അതിന് നീ കുറച്ച് പൂക്കളുള്ള ഷർട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാ മതി. പൂക്കളുള്ള പൂക്കളുള്ള ഷർട്ട്. ഡാ, അതെനിക്ക് മാച്ചാവൂ. ഇന്ത്യയും പാകിസ്ഥാനും പോലെ. താങ്ക്സ് മാൻ, താങ്ക്സ്. സുശീല നിന്നെ വിളിച്ചോ? ഇല്ല. ഞാൻ ഒന്നുകൂടെ അവനെ വിളിച്ചാലോ? എന്തിന്? എന്തെങ്കിലും സഹായം വേണമെങ്കിലും. എടാ, ഈ പൂക്കളുടെ ഷർട്ടില്ലേ, അതിന്റെ കൂടെ തന്നെ ഈ ഡെനിം ജീൻസിന്റെ ടോൺ ഷോർട്സ്. പക്ഷേ ഷോർട്സ് എന്തിനാ? ഷോർട്സ് അല്ലടാ, പെട്ടെന്ന് ഊരാൻ എളുപ്പം. താങ്ക്സ് മാൻ, താങ്ക്സ്. ശരിയടാ, ഓക്കേടാ പൊട്ട. ചേട്ടാ, ഇതെങ്ങനെയുണ്ട്? ചേട്ടാ, ഷോർട്സ് ഉണ്ടോ? ഉയ്യോ, ഇതുപോലത്തെ ഷർട്ടല്ല, പച്ച, മഞ്ഞ, ചുവപ്പ് കുറേ പൂക്കളുള്ള ഷർട്ടുണ്ടോ? ഈ പ്രവാസികളുടെ ഓരോരോ തമാശകളെ. അത് പോട്ടെ, ഗൾഫിൽ എവിടെയാ? ജംഗ്ഷനില? അബുദാബി. 15 വർഷം ഞാൻ അവിടെ ആയിരുന്നു. എന്റെ പിതൃ രാജ്യമാണ്, കണ്ടോ? ഞാനും ഷെയ്ഖും തമ്മിൽ ആയിരുന്നു. സർ, can we? പോകാൻ ധൃതിയായോ? എനിക്കറിയാം. എന്റെ ഭാര്യയും ഞാൻ വന്ന് കഴിയുമ്പോ ഇങ്ങനെ ആയിരുന്നു. അതല്ല. ഓക്കെ, ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? സോറി, ഇല്ല. വിഷമിക്കണ്ട, വകുപ്പുണ്ട്. പോളറോയിഡ് ക്യാമറ ഷെയ്ഖ് എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ഗൾഫുകാരാ, ഒന്ന് ചേർന്നിരുന്നേ. സുശീല, 3 A's എപ്പോഴും ഓർക്കുക. ആർത്തി, അമിതാഭ് ബച്ചൻ അല്ല, അമിതാവേശം, ആത്മവിശ്വാസമില്ലായ്മ. ഇത് 3 നമ്മൾ ഒഴിവാക്കിയാൽ വിജയം സുനിശ്ചിതം. പുഷപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 എണ്ണം 3 സെറ്റ്. നീ റിലാക്സ് ചെയ്യണോടാ, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കൺട്രോളിൽ വെക്കണം. വെറുതെ ഇരിക്കാൻ പഠിക്കണം കുറച്ച്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി. എന്നെ വിളിക്കേണ്ട നമ്പർ 08913283. ഓക്കെ? പിന്നെ ദയവ് ചെയ്ത് ഞാൻ തന്ന ഡിയോഡ്രൻ്റ് അടിച്ച് തീർക്കരുത്. കൂടുതൽ അടിച്ചു പോയാൽ ജോബ് ഇൻ ദ മിൽക്ക് വാട്ടർ എന്ന പണി കിട്ടും. ഇപ്പം എങ്ങനെയുണ്ടാ? ये अन्नान किधर से आया? लड़की का पड़ंग किधर गया?
ഈ സാമ്രാജ്യത്വ കുത്തകളുടെ സ്വഭാവം ഇവൻ ആരോടെ പഠിപ്പിച്ചത്? അവൻ മീറ്റിംഗിലായിരിക്കും. രാവിലെയും രാത്രിയും പണിയെടുത്തിട്ടാ എനിക്ക് ഇന്ന് ലീവ് കിട്ടിയത്. അവൻ ഇന്ന് ഓഫീസിലില്ല, പിന്നെന്ത് മീറ്റിംഗ്? എടോ, ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് നടക്കുമ്പോഴും ഞാൻ ഫോൺ എടുക്കാറില്ലേ? അത് ശരിയാണ് അമ്മാവ. ഇനി പോലീസിലോ മറ്റോ അറിയിക്കണോ? ഇപ്പോൾ ചില പിള്ളേരെ പിടുത്തക്കാരിറങ്ങിയിട്ടുണ്ട്. ഛേ, അവൻ അതിന് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 30 വയസ്സായില്ലേ. ഡാ, നിനക്കൊക്കെ 50 വയസ്സായാലും ഞങ്ങൾക്കൊക്കെ കുട്ടികളാ. നിനക്കൊക്കെ പ്രായമായാൽ നീ നിന്റെ അച്ഛനെ നീ വിളിക്കുവോ? ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഇങ്ങനെ പല കേസുകളും നടന്നിട്ടുണ്ട്. ജബാറേട്ടൻ അവിടെ സെക്യൂരിറ്റി പണിയായിരുന്നു, അല്ലെ പോലീസിലായിരുന്നോ? തൊഴിലാളി വർഗത്തോട് ഇങ്ങനെയാണ് സംസാരിക്കുക? ഇവനെ ഞാനത് ശരിയാക്കുന്നുണ്ട്. ഈ ചെറുപ്രായത്തിൽ ഇവരിങ്ങനെ കുത്തഴി ജീവിതം നയിച്ച് മുമ്പോട്ട് പോയാൽ വലുതായവ എന്താവും? ഞാൻ മൂത്രമൊഴിച്ചോട്ടെ. സുശീലൻ, അവനെന്താ ഫോൺ എടുക്കാത്തതെന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോഴേ ഇതുപോലെ തന്നെ... ഒന്ന് വരുമോ? അങ്ങനെ വഴിക്ക് പോവാ. ജബാറേട്ടാ, പറ. ബോംബെയില് ഇത് കണ്ടോ? നന്നായിരുന്നല്ലേ? ബാപ് രേ ബാപ്, ജവാബ് നഹീ. എന്തോ ഇതൊക്കെ എന്താടാ? എടാ, നീയൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോ അതോ ഷെഡി കച്ചവടക്കാരോ? അത് അമ്മാവ കുറച്ച് എൻ്റെയും കുറച്ച് സുശീലൻ്റെയും കുറച്ച് കണാരേട്ടൻ്റെ മകൻ ഗോപാലിൻ്റെയും. എല്ലാം അമേരിക്കൻ കമ്പനികൾ. എടാ, സാമ്രാജ്യത്വം അടിവസ്ത്രത്തിലൂടെയാണ് ഒരു രാജ്യത്തെ കോളനീകരിക്കുന്നത്. നിനക്കറിയോ? ആദ്യം പോർച്ചുഗീസ്, ഡച്ച്, സ്പെയിൻ, ഫ്രഞ്ച്, ബ്രിട്ടൻ, ഇപ്പൊ അമേരിക്ക. അമ്മാവ അത് ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ പേര് മാത്രമേ ഉള്ളൂ വിദേശ കമ്പനി. ഇന്ത്യക്കാരന്റെ വിയർപ്പ്, അമേരിക്കൻ കുത്തകകളുടെ പേര്. ഒരു ഇന്ത്യക്കാരുടെ അടിവസ്ത്രം വരെ ഇന്ന് അമേരിക്കൻ കമ്പനികളെ തീരുമാനിക്കുന്നത്. സോറി അമ്മാവ, ഇനി ഇന്ത്യൻ കമ്പനികളുടെ വാങ്ങിക്കോളാം. നിനക്കറിയോ, ആഫ്രിക്കയിൽ നിക്കരാഗുവയിലൊക്കെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ ആൾക്കാർ കഷ്ടപ്പെടുക. അപ്പോഴാണ് നിങ്ങളൊക്കെ അമേരിക്കൻ അടിവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ ആരതാടാ? ഈ കാണുന്നതൊക്കെ ആരതാ? എൻ്റെ അല്ല. ഇതൊക്കെ ആരതാ? ഇത് നിന്റെയാ? ഇത് അതെന്റെ അല്ല. പിന്നെ ആരതാ? സുശീലന്റെയാ? അല്ല. ആ കണാറിന്റെ മോൻ ഗോപാലിന്റെയാ? അല്ല. പിന്നെ എന്റേതാണോടാ? അയ്യോ, അതല്ല അമ്മാവ. പിന്നെ പറ. ഒരു ആന്റി അപ്പുറത്ത്. ഒരു ആന്റിയോ? ആന്റിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്, ബിനുമോനും സിനുമോനും. 7ഉം 9ഉം വയസ്സാണ്. അപ്പൊ അവർക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ അവർക്ക് കല്യാണം കഴിക്കാൻ സ്ഥലമുണ്ട്, കുട്ടികളെ പ്രസവിക്കാൻ സ്ഥലമുണ്ട്. അവരുടെ കുട്ടികളെ നിക്കറുണക്കാൻ മാത്രം സ്ഥലമില്ല. ഇതാ നോക്ക്, സ്ത്രീകളുമായി അനാവശ്യമായി ബന്ധപ്പെട്ടിരുന്നത് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അവർ കുട്ടികളുടെ അടിവസ്ത്രം ഉണക്കാടും, നാളെ അവരുടെ അടിവസ്ത്രം കൊണ്ടിടും. മനസ്സിലായോ? നീ വാ, ഇത് ഇപ്പൊ തന്നെ ശരിയാക്കി. അമ്മാവ, ഞാനൊരു സത്യം പറയാം, അവരവിടെ ഇല്ല. അതെങ്ങനെ നിനക്കറിയാ? കോട്ടയത്ത് ഒരു കല്യാണത്തിന് പോയിരിക്ക. കല്യാണം കഴിഞ്ഞ് വന്ന അപ്പൊ തന്നെ ഇതെടുത്തോളാന്ന് പറഞ്ഞു. അതേത് ആന്റിജി? ഇയാളല്ല ആന്റിമാരറിയാം. ഇല്ല, നിനക്കറിയുന്ന അത്ര എന്തായാലും എനിക്കറിയില്ല. അമ്മാവ, ഞാൻ സത്യം പറയട്ടെ? സത്യമേ പറയാവൂ. എന്റെ ഇവിടുന്ന് വീട് മാറിപ്പോയി, ഇനി ഒരിക്കലും മടങ്ങി വരൂല. ഓഹോ, എനിക്ക് മരിക്കണം. എനിക്കാണ് മരിക്കണത്. ആരാ? സെയിൽസ്മാൻ. എന്ത് സെയിൽസ് കുറവുണ്ട്. ഫോൺ എടുക്ക്. സെയിൽസ്. സുശീലനാ?
കഴുതേ, നീ എവിടെയാ? നീ എന്താ ഫോൺ ചെയ്തെടുക്കാത്തത്? ഇങ്ങോട്ട് വാ, ബാക്കി അപ്പൊ തരാം. അച്ഛാ ഞാൻ എത്താൻ ഇത്തിരി വൈകും. ഹലോ ഹലോ, വാതിലെന്തോ രാധേ, രാധേ, എന്താ അമ്മാവാ? എന്താ ഇത്? എന്ത്? ഇത് നിനക്കറിയില്ലേ? ഗിറ്റാർ. നിന്റേതാണോ? എൻ്റെ അല്ല. സുശീലന്റെ? അല്ല. നമ്മുടെ കണാരന്റെ മകൻ ഗോപാലന്റെ? അല്ല. പിന്നെ എന്റേതാണോ? ഒരിക്കലും അല്ല. പിന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു അമ്മച്ചി വരും. അവര് ഇടയ്ക്കിടയ്ക്ക് ഭക്തി ഗാനങ്ങളൊക്കെ പാടാൻ വേണ്ടി. എടാ, അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉഷാവുപ്പ വരുന്നത് ആണോടാ? ആണോ? ഞാൻ സത്യം പറയട്ടെ? നീ സത്യം മാത്രമേ പറയാവൂ. എല്ലാ ശനിയാഴ്ചയും എൻ്റെ കമ്പനിയിലെ ചില സഖാക്കളൊക്കെ കൂടി ഞങ്ങളിവിടെ കൂടാറുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനിയിൽ സഖാക്കളോ? കുറച്ച് സോഫ്റ്റ്വെയർ സഖാക്കളും കുറച്ച് ഹാർഡ്വെയർ സഖാക്കളും. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുമോ വിപ്ലവ ഗാനങ്ങൾ പാടാറുണ്ട്. ഓഹോ. ഉണരുവിൻ ഉയരുവിൻ പട്ടിണിയുടെ എന്താടാ? ഒരു സത്യം പറയട്ടെ? നീ സത്യം മാത്രമേ പറയാവൂ. എനിക്ക് പാട്ട് പാടാറില്ല. അതെന്താ? പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇവിടെ ഇവിടെ ചേട്ടാ എത്രയായി? 50 രൂപ. എങ്ങനെയുണ്ട്? എന്ത്? എൻ്റെ വേഷം എന്താ? എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും കാണത്തില്ല എന്താ ഇട്ടേക്കുന്നതെന്ന്. ഒരു തൊപ്പിയോടെ വെച്ചാൽ കൊള്ളായിരുന്നു. ആ ഞാൻ നോക്കി കിട്ടാഞ്ഞിട്ടാ. ചേട്ടൻ വെച്ചു, ഫുൾ വെച്ചു. പോട്ടെ. ആ ബോയ്സ് പാർട്ടി വേണ്ട വേണ്ട. രാജ്, പോ ഗോപാല, ഞാൻ പറയുന്നത് പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും പ്ലീസ് പ്ലീസ് പ്ലീസ്. അവളെന്നെ വിട്ടുപോയടാ, അവളെന്നെ വിട്ടുപോയി. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. തള്ളരുത് തള്ളരുത് പ്ലീസ്, തള്ളരുത്. മകൻ ഗോപാലൻ. ഒന്നും പറ്റിയില്ല പാവ. ഇതെന്താ ഇത്? ഓണാണോന്ന്? പൂക്കളം തന്നെ ധരിച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ ഈ കോലത്തിലാണ് നടക്കുന്നതെന്ന് നിന്റെ തന്ന കണാറിനറിയോ? അമ്മാവ സത്യമായിട്ട് എനിക്ക് കണ്ണ് കാണാത്തോണ്ട് എന്താ ഉടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം അമ്മാവ, അവൻ ലുങ്കിയെ കൊടുത്ത് ഒരു ദിവസം ഓഫീസിൽ വന്നായിരുന്നു. ആരും പറ്റിച്ചാ. ഗോട്ടിമാല എന്ന് കേട്ടിട്ടുണ്ടോ? ഗോട്ടിമാല നിക്കരാഗുവ. ഇവിടേക്കുള്ള ജനങ്ങള് വസ്ത്രം വാങ്ങാൻ പണമില്ലാതെ നടക്കുമ്പോഴാണ് നീ കീറിപ്പറിഞ്ഞ് കുപ്പായിട്ടോണ്ട് നടക്കുന്നത്. സാംസ്കാരിക മൂല്യച്യുതി. നീ ഒരു മുണ്ടെടുത്ത് കൊടുക്ക്, മുണ്ടെടുത്ത് കൊടുക്കണ. അതാരാ നോക്ക്, നോക്ക്, ആരാ നോക്ക്, നോക്കടാ.
എന്തിനാ വന്നത്? ഏതായി പെൺകുട്ടി? സെയിൽസ് ഗേൾ. അതെ എന്ത്? എന്ത്? പെങ്ങളാ സെബാസ്റ്റിന്റെ. എനിക്ക് പോണം. ദേ ഗോപാലിനെ അറിയാം. എനിക്കറിയില്ല. പറ പെങ്ങളല്ലേ? ആരുടെ പെങ്ങളാ? ദിനേശിന്റെ. സെബാസ്റ്റിന്റെ. മോളെ ആരാ നീ? ആരുടെ വിള്? അമ്മാവ, എനിക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. കണ്ണിൽ തുള്ളിമരുന്നൊരിക്കാനുള്ള സമയം അതിക്രമിച്ചു. ശുഭരാത്രി അമ്മാവ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശുഭരാത്രി. നിന്റെ തുള്ളി മരുന്ന് നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മറന്നു വെച്ച ഓർമ്മയില്ലേ? മറന്നു വെച്ചത് എങ്ങനെ ഓർക്കും രാധേ? മോളെ നീ ആരാ കുട്ടി? അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ ഇവര് ഗോവക്കാരാണ്. ഡിക്കോസ്റ്റ, ഡിസിൽവ, ഡിമെലോ എന്നൊക്കെ പറഞ്ഞ പോലെ സെബാസ്റ്റ്യൻ ഡീനെസ് എന്നാണ് ഇവളുടെ ബ്രദറിന്റെ പേര്. അച്ഛന്റെ പേര് അലിമാവോ ഈ ഡീനെസ്. അലിബാബ അങ്കിളും ഫാമിലിയും ഗോവയിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ കുടുംബക്കാരാ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ സെബാസ്റ്റ്യൻ ആരാ? സെബാസ്റ്റ്യൻ ഞങ്ങളുടെ കോളേജിലെ ഒരേ ബാച്ച് എഞ്ചിനീയറിംഗ്. ഈ അതായത് അമ്മാവ സെബാസ്റ്റ്യൻ സിവിൽ ആയിരുന്നു, ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു. പെങ്ങൾ. ആരുടെ പെങ്ങൾ? ദിനേശിന്റെ. ദിനേശിന്റെ. സെബാസ്റ്റ്യന്റെ. എന്താണ് ഈ അസമയത്ത് ഇവിടെ? മോള് പറയും. അമ്മാവ. മറിക്കണം, മാറ്. അമ്മാവ, മോള് പറയും. മോളെന്താ ഇവിടെ? സെബാസ്റ്റ്യൻ ഇപ്പോ ഇൻഫോസിസിലാണ്. അമേരിക്കയിലാണ്. എന്തിനാണ് നമ്മുടെ ഈ കുട്ടികൾ അമേരിക്കയിൽ പോയി അടിമപ്പണി ചെയ്യുന്നത്? അവന്റെ അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇൻഫോസിസ് ഒരു ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ടാണ് അവര് സമ്മതിച്ചത്. അലിബാബങ്ങൾക്ക് അവനെ നിക്കാരിഗുവയിലോ പോളണ്ടിലോ അയക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ സെബാസ്റ്റ്യനാണ് പറഞ്ഞ് ഞാൻ ഒരു മുതലാളിത്ത രാഷ്ട്രത്തിൽ നിന്നും ധനം ശേഖരിച്ച് ആഫ്രിക്ക പോലുള്ള ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും വെള്ളവും എത്തിക്കാന്ന്. വിപ്ലവം ജയിക്കട്ടെ.